ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതം. താരപ്രചാരകരും മുതിർന്ന നേതാക്കളും സജീവമായി രംഗത്ത്. 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ. വിധിയെഴുതാനൊരുങ്ങി 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങൾ. രാജ്യത്തെ പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം 44% ഉയർന്നതായി ദേശീയ പിന്നാക്ക കമ്മീഷൻ. കേരളത്തിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ജയം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 6-7 ഘട്ടങ്ങളുടെ പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഝാർഖണ്ഡിലും പശ്ചിമബംഗാളിലും പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു. ഉത്തർപ്രദേശിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത് ഷാ പ്രയാഗ്രാജ്, ജൌൻപൂർ ജില്ലകളിലെ പൊതു റാലികളെ അഭിസംബോധന ചെയ്തു. പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പ്രയാഗ്രാജ് ജില്ലയിൽ INDI സഖ്യ സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്തി. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഫുൽപൂർ മണ്ഡലത്തിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പിന് ഒരുങ്ങി രാജ്യം. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. ഉത്തർപ്രദേശിൽ 14, മഹാരാഷ്ട്രയിൽ 13, പശ്ചിമ ബംഗാളിൽ 7, ബീഹാറിലും ഒഡീഷയിലും 5 വീതം, ഝാർഖണ്ഡിൽ 3, ജമ്മുകശ്മീരിലും ലഡാക്കിലും ഓരോ സീറ്റും വീതമാണ് നാളെ ജനവിധി തേടുന്നത്. 94,000-ലധികം പോളിംഗ് സ്റ്റേഷനുകളിലായി 8.95 കോടി വോട്ടർമാരാണ് നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. 695 സ്ഥാനാർത്ഥികളാണ് 5ാം ഘട്ട വോട്ടെടുപ്പിൽ മത്സരരംഗത്തുള്ളത്. BJPയുടെ മുതിർന്ന നേതാക്കളായ രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, പീയൂഷ് ഗോയൽ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, INCയുടെ KL ശർമ്മ, NCയുടെ ഒമർ അബ്ദുള്ള, LJPയുടെ ചിരാഗ് പാസ്വാൻ എന്നിവരാണ് ഈ ഘട്ടത്തിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചതോടെ സ്ഥാനാർത്ഥികളും മുതിർന്ന നേതാക്കളും ഇന്ന് നിശബ്ദ പ്രചാരണത്തിലാണ്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 5ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം ഒഡീഷയിലെ 35 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും നാളെ വോട്ടെടുപ്പ് നടക്കും. 4 ഘട്ടങ്ങളിലായാണ് ഒഡീഷയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ മാസം 25-നും ജൂൺ 1-നും ഒഡീഷയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ജൂൺ 4-നാണ്. 6ാം ഘട്ടത്തിൽ 8 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി ആകെ 889 സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് രജൌരി പാർലമെന്റ് മണ്ഡലത്തിലെ മാറ്റിവച്ച തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 20 സ്ഥാനാർത്ഥികളും ഇതിൽ ഉൾപ്പെടുന്നു. ഈ ഘട്ടത്തിൽ 58 മണ്ഡലങ്ങളിലേക്കായി 1978 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. ആം ആദ്മി പാർട്ടി അധ്യക്ഷനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും പാർട്ടി നേതാക്കളും പ്രവർത്തകരും ന്യൂഡൽഹിയിലെ BJP ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. BJP ആസ്ഥാനത്തിന് പുറത്ത് പാർട്ടി നേതാക്കൾ ജയിൽ ഭരോ പരിപാടി ആരംഭിക്കുമെന്ന് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അതേസമയം പ്രതിഷേധം കണക്കിലെടുത്ത് BJP ആസ്ഥാനത്തിന് പുറത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രതിഷേധത്തിന് അനുമതി തേടിയിട്ടില്ലെന്ന കാരണത്താലാണ് ഡൽഹി പോലീസ് 144-ാം വകുപ്പ് പ്രകാരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഡൽഹി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ബിഭവ് കുമാർ AAP MP സ്വാതി മലിവാളിനെ ആക്രമിച്ച സംഭവത്തിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായി BJP. ഈ സംഭവത്തിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ലെന്ന് BJP ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ വ്യക്തമാക്കി. സ്വാതി മലിവാൾ AAPയുടെ MP ആണെന്നും സ്വന്തം പാർട്ടി കൺവീനറുടെ PA ആണ് അവരോട് മോശമായി പെരുമാറിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയത്തിൽ ശ്രീ കെജ്രിവാൾ എന്തുകൊണ്ടാണ് മൌനം പാലിക്കുന്നതെന്നും വീരേന്ദ്ര സച്ദേവ ചോദിച്ചു. രാജ്യത്തെ പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം 44% ഉയർന്നതായി റിപ്പോർട്ട്. 2014-15 46 ലക്ഷമായിരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 2021-22 66 ലക്ഷമായി ഉയർന്നു. ദേശീയ പിന്നാക്ക കമ്മീഷന്റേതാണ് റിപ്പോർട്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണം 42%-ആയും ഉയർന്നിട്ടുണ്ട്. അതേസമയം പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം 65.2%-ലെത്തി.
2020-21 അധ്യയന വർഷത്തിൽ കേന്ദ്ര സർക്കാർ സ്കൂളുകളിൽ 27% OBC സംവരണം നടപ്പാക്കിയതിന്റെ ഫലമായി 34,000 OBC വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതായി റിപ്പോർട്ട്. കിഴക്കൻ അസർബൈജാനിലാണ് അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. രാജ്യത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ അടുത്ത 3 ദിവസത്തേക്ക് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഇന്ന് നിക്കോബാർ ദ്വീപുകളിലെത്തി. മറ്റന്നാൾ വരെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ ഈ മാസം 31-ന് കാലവർഷം എത്തിച്ചേരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. അതേസമയം അടുത്ത 4 ദിവസങ്ങളിൽ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയുടെ സമതലങ്ങളിൽ ഉഷ്ണതരംഗം തുടരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് കടലിൽ പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ്. അതേസമയം കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യാന്തര അവയവക്കടത്ത് സംഘത്തിലെ പ്രമുഖ കണ്ണി കൊച്ചി വിമാനത്താവളത്തിൽ പിടിയിലായി. തൃശൂർ സ്വദേശി സബിത് നാസറാണ് പിടിയിലായത്. ആളുകളെ കുവൈത്ത് വഴി ഇറാനിൽ എത്തിച്ചാണ് സംഘം വൃക്ക കച്ചവടം നടത്തിയിരുന്നത്. ഇത്തരത്തിൽ ആളുകളെ കൊണ്ടുപോയി തിരികെ എത്തിയപ്പോഴാണ് സബിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈക്ക് ഒടിവുള്ള രോഗിക്ക് കമ്പി മാറിയിട്ടെന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവി. സാധാരണ ഇത്തരം ഒടിവുമായി എത്തുന്ന രോഗികൾക്ക് നൽകുന്ന സ്റ്റാൻഡേർഡ് ചികിത്സയും സർജറിയുമാണ് നടത്തിയിട്ടുള്ളത്. വസ്തുതകൾ അറിയാതെ മെഡിക്കൽ കോളേജിനെ മോശമായി ചിത്രീകരിക്കുന്ന ആരോപണങ്ങൾ നടത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു. തായ്വാൻ പ്രസിഡന്റായി ലായ് ചിങ് തേ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 4 വർഷക്കാലം വൈസ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ച ശേഷമാണ് ലായ് ചിങ് തേ പ്രസിഡന്റാകുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വിദേശ അതിഥികളെ അദ്ദേഹം സ്വീകരിച്ചു. ജനുവരിയിലായിരുന്നു തായ്വാനിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഹൈദരാബാദിൽ നടന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 4 വിക്കറ്റ് ജയം. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 214 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഹൈദരാബാദ് 5 ബോൾ ബാക്കി നിൽക്കെ വിജയം കാണുകയായിരുന്നു. രണ്ടാം മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഗുവാഹത്തിയിലാണ് മത്സരം. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. 21-15, 21-15 എന്ന സ്കോറിന് ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ താരങ്ങൾ വിജയം നേടിയത്. 2019-ലും സാത്വിക് ചിരാഗ് സഖ്യം അവരുടെ ആദ്യ സൂപ്പർ സീരീസിൽ വിജയം സ്വന്തമാക്കിയിരുന്നു. വിയറ്റ്നാമിൽ നടക്കുന്ന 8ാമത് ഏഷ്യൻ തായ്ക്വോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ താരം. 30 വയസ്സിന് താഴെയുള്ള വനിതകളുടെ വിഭാഗത്തിൽ ലഡാക്ക് സ്വദേശി ഷഹനാസ് പാർവീൻ ഫൈനലിൽ കടന്നു. സെമിയിൽ ഗ്രൂപ്പ് ഇനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഷഹനാസ് ഫൈനൽ പട്ടികയിൽ 8ാം സ്ഥാനത്താണ്. 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലെ ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യയുടെ മനു ഭാകറിന് 4ാം ജയം. ഭോപ്പാലിൽ നടന്ന യോഗ്യതാ മത്സരങ്ങളിൽ വനിതകളുടെ 25 മീറ്റർ വിഭാഗത്തിൽ ഉൾപ്പെടെയാണ് മനു ഭാകറിന്റെ നേട്ടം. 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ ഹാങ്ജോ ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യൻ പലക് ഗൂലിയ 2ാം സ്ഥാനവും റിഥം സാങ്വാൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതം. താരപ്രചാരകരും മുതിർന്ന നേതാക്കളും സജീവമായി രംഗത്ത്. 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ. വിധിയെഴുതാൻ ഒരുങ്ങി 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങൾ. രാജ്യത്തെ പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം 44% ഉയർന്നതായി ദേശീയ പിന്നാക്ക കമ്മീഷൻ. കേരളത്തിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.